ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണെന്ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി കാലഘട്ടം 2002 3 ഡിവൈഎസ്പി 8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ പിന്നെന്താണ് ഈ കോടതി ഇങ്ങനൊരു കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പ്രോസിക്യൂഷൻ്റെ കേസാണല്ലോ വാദിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം വക്കീല് വാദിക്കും. കോടതിയാണല്ലോ തീരുമാനം എടുക്കുന്നത്. യാതൊരു തെളിവ് എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അല്ല, അത് വരട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് ഉമ്മൻചാണ്ടിയുടെ 2002 എ.കെ. കാലഘട്ടത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അന്തിമ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിരുന്നു. അത് കോടതി സ്വീകരിച്ചു. 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവില്ലാതെ 3 മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഞാൻ അന്നു മുതൽ കുറ്റപത്രം സമർപ്പിച്ചത് മുതൽ ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല. ഞാൻ അന്നു മുതൽ സമൻസ് കിട്ടി, ജാമ്യമെടുത്തു. അന്നു മുതൽ ഞാൻ കോടതിയിൽ റെഗുലറായിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ്. നിയമത്തിൻ്റെ വഴിക്ക് കൂടി ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. വേറെന്താ മാർഗം? നിയമപരമായി നേരിടുകയല്ലാതെ മാർഗമില്ല. നിരപരാധികൾ എത്ര പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കഴിയുന്നു. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ളത് എനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതിനകത്ത് 3 പ്രതികൾ, വേറെ 3 പ്രതികളുടെ പേര് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതി ഫയൽ ചെയ്തിരുന്നതാണ്. അത് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ എ.കെ. ആന്റണിയുടെ ഭരണകാലത്താണ്, അല്ലാതെ LDFന്റെ ഭരണകാലത്തിൽ. എ.കെ. ആന്റണിയുടെ ഭരണകാലത്ത് 2002 3 ഡിവൈഎസ്പിമാർ, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 2 സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്ന് 2002 കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം 2005 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് 2006 കൊടുന്നനവേ ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. പുതിയ ഒരു തെളിവില്ല, പുതുതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഇരുന്നിട്ട് ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. 3 മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ വിചാരണയിൽ ഞാൻ ഹാജരായി. ഇപ്പോൾ കോടതി എടുക്കുന്ന എന്ത് തീരുമാനവും ഞാൻ അംഗീകരിക്കും. എന്തുകൊണ്ട് കോടതിയിൽ ബോധിപ്പിക്കാൻ പറ്റിയില്ല? കോടതിയിലൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പം എന്ത് ചെയ്യാനും കാര്യം ഞാൻ പറയുന്നത്, നിരപരാധികൾ ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഓക്കെ.